ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നിങ്ങളെ നോമ്പെല്ലാം എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ പോകുന്നുണ്ടോ? അല്ല നല്ല ചൂടും കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര ടയേർഡാണ്. ഇങ്ങനെയാണ് നോമ്പെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അൽഹംദുലില്ലാ നമ്മളെ നോമ്പ് നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ചൂടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ റാഹത്തായിട്ട് എടുക്കാനും നോക്കാനെല്ലാം പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ 6ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. മാഷാ അല്ലാഹ്, എത്ര പെട്ടെന്നാണല്ലേ 6ാമത്തെ നോമ്പെല്ലാം കഴിഞ്ഞത്. വിചാരിക്കാൻ കഴിയുന്നില്ല, ഇന്നലെ വന്ന പോലെ ഉണ്ട് നോമ്പ്. പെട്ടെന്ന് ഇതാ 6ാമത്തെ നോമ്പ് പോയി. ഇനി ഇതാ കുറച്ച് ദിവസം കഴിയുമ്പം നോമ്പ് കഴിയും കൂടി ചെയ്യും. അപ്പം എല്ലാവരും മാക്സിമം ഇബാദത്തിനും അതിനെല്ലാം വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എന്നത്തെയും പോലെ അസർ നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് വന്ന പാടെ തന്നെ ഞാൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സാധാ സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. ബീഫ് കറീൻ്റെ ഒരുപാട് റെസിപ്പിയെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വേറൊരു രീതിയിൽ വെക്കുന്നതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഒരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉപ്പെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഞാൻ ഇന്ന് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇറച്ചിയടിയാണ് കേട്ടോ. കുറേ നാളായി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പറയാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ മൈദ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് പരത്തിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് മുട്ടയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. അത് നമുക്ക് അതവിടെ മാറ്റി വെക്കാം. പരത്തിയിട്ടല്ല, കുഴച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ സവാള നന്നായിട്ട് വഴണ്ടി വന്നേരം ഞാൻ അതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളം ഇപ്പം ഉപയോഗിക്കുന്നില്ല, പീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ പീസ് ഇതാ മുഴുവനായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ മസാലയിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം തന്നെ ബീഫ് മസാല ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിൽ പെപ്പർ പൗഡർ ചേർക്കുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ വേവിച്ചെടുക്കുമ്പം പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ അത് ഇട്ട് കൊടുക്കുമ്പം ഓവറായിട്ട് എരിവ് വന്നു പോവും. അതുകൊണ്ട് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, കുറച്ചേ ഉണ്ടാവും, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം പോരാട്ടോ, നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണം. അപ്പം ഞാൻ ഇതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് നല്ല ലൂസായിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല ടൈറ്റ് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. മാത്രമല്ല ഇത് കുറച്ച് സമയം ഒന്ന് തിളച്ചിട്ട് പൊത്തി അടച്ചു വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി കുറുകി വരും. അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ചൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ട് വെട്ടി തെളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി അത് അടുപ്പിൽ തന്നെ ഞാൻ
ഇറച്ചിയുടെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഞാൻ നേരത്തെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, വേവിച്ചെടുത്ത ബീഫ്, അത് ഞാൻ കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഗ്രൈൻഡറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നാൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, കുറച്ച് ബീഫ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒരു മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അതും അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓഫ് ചെയ്യണത്രേ. അതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എന്തെന്ന് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിക്കുമ്പം വാട്ടർ മെലൺ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് വാട്ടർ മെലൺ ജ്യൂസ് ആക്കുന്നില്ല, ഇത് മുറിച്ചിട്ടിട്ട് വെള്ളം ഉണ്ടാക്കുമല്ലോ, അതാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് മുറിച്ചെടുക്കുന്നതാണ്. പക്ഷേ വാട്ടർ മെലൺ വിചാരിച്ച പോലെ കളർ ഉണ്ടായിട്ടില്ല കേട്ടോ. കാണുന്ന പോലെ ചെറിയൊരു കളർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് വാട്ടർ മെലൺ ജ്യൂസ് അടിക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ആക്കിയാലേ കുടിക്കും. പിന്നെ വെച്ചാൽ ഇന്ന് നോമ്പുറിക്കാൻ ഇക്ക ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിട്ടില്ല. ഇക്ക പള്ളിയിൽ നോമ്പ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇനി നന്നായിട്ടൊരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറ് പോലെ തന്നെ ചിലപ്പം മധുരം കുറവായിരിക്കും വാട്ടർ മെലോണിൽ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് സമയത്തെല്ലാം ഇത് ജഗ്ഗോടെ എടുത്തിട്ട് കുടിക്കാൻ വേണ്ടി വിചാരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ഇതേപോലെ നമ്മൾ ഷെയ്ക്ക് ജ്യൂസിനേക്കാളും എത്രയോ നല്ലതാണ് ഇതേപോലെയുള്ള വെള്ളം. സാധാ ബത്തക്ക വെള്ളം അല്ലെങ്കിൽ നാരങ്ങ വെള്ളം അങ്ങനെയെല്ലാം ആയിരിക്കും കേട്ടോ അധിക പേർക്ക് ഈ ചൂട് സമയത്ത് ഇഷ്ടമുണ്ടാവുക. പിന്നെ വെച്ചാൽ ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം പുതിന വെള്ളം ഉണ്ടല്ലോ, നാരങ്ങ പുതിന വെള്ളം, അതും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ മുമ്പ് എനിക്ക് അറിയും കൂടിയില്ല, എനിക്ക് ഇഷ്ടം കൂടി ഉണ്ടായിട്ടില്ല കേട്ടോ ഈ ഒരു വാട്ടർ. പിന്നെ വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞ് പോയ പാടും നോമ്പിന് ഇക്കാൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ എപ്പോൾ നോക്കിയാലും നോമ്പിന് ഈ ഒരു വെള്ളമാണ് കേട്ടോ ഉണ്ടായതിന്. ജ്യൂസും ഉണ്ടാവും, ഇതേപോലെ ഈ ഒരു പുതിന വെള്ളവും കൂടി ഉണ്ടാവും. ഫസ്റ്റ് ടൈമെല്ലാം എനിക്ക് എന്തോ പോലെ തോന്നിയിരുന്നു. കാരണം വെച്ചാൽ പുതിന എന്ന് പറയുന്ന സാധനം തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതിനു. പിന്നെ വെച്ചാൽ എനിക്കെന്തോ ആ ഒരു ഫ്ലേവർ തീരെ ഇഷ്ടമല്ല അതിനു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ടൈമെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാ പച്ചവെള്ളമെല്ലാം കുടിച്ചിട്ടായിരുന്നു നോമ്പ് കുറിക്കൽ. പിന്നെ ഞാൻ
ഒരു കൊല്ലം കഴിഞ്ഞ് പിന്നെ ഞാൻ ഡെയിലി ഇത് കുടിക്കുന്നതുകൊണ്ട് എല്ലാ നോമ്പിലും ഇക്കാൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കും കേട്ടോ. എന്ത് ഷെയ്ക്കോ ജ്യൂസ് എന്തുണ്ടെങ്കിലും എക്സ്ട്രാ ഈ ഒരു സാധനവും കൂടി ഉണ്ടാക്കും. അങ്ങനെ കുടിച്ച് ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ അഡിക്റ്റായി. കാരണം വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഇതില്ലാണ്ട് പറ്റൂല കേട്ടോ. എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം. സാധാ നാരങ്ങ വെള്ളം കുടിച്ചുകൂടാന്ന് പറയലുണ്ട്, പക്ഷേ ഇതിലില്ലാണ്ട് എനിക്ക് നോമ്പ് പിടിക്കാൻ വേണ്ടി പറ്റൂല. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എല്ലാ നോമ്പിനും ഇത് ഉണ്ടാക്കിയെടുക്കലുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മുടെ ഇറച്ചിയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ട് ഇറച്ചിയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമുണ്ടെന്ന്, അതിതാണ് കേട്ടോ. ഞാനിത് നോമ്പിന് മുമ്പ് കുറച്ച് ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് ഞാൻ വാങ്ങി നോക്കിയതാണ്. ഞാൻ സാധാ നമ്മുടെ ഈ സമൂസെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അച്ചുണ്ടല്ലോ, അതാണ് ഞാൻ ശരിക്കും ഓർഡർ ആക്കാൻ വേണ്ടി വിചാരിച്ചത്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ എന്ന് വെച്ചാൽ നല്ല അബദ്ധമായിപ്പോയി. കാരണം ഇത് നമുക്ക് പരത്തിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, ഭയങ്കര തടിയായിട്ട് തോന്നിയിട്ടാ. അതുകൊണ്ട് ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, പല സൈസിലും ഞാനിത് ഇതാക്കി നോക്കി. പക്ഷേ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കണ്ടില്ലേ, നമ്മുടെ അച്ച് നല്ലതാണ്, പക്ഷെ ആ പരത്തിയെടുക്കുന്ന ഇതുണ്ടല്ലോ അത് എനിക്ക് ഒട്ടും ഇതായിട്ട് തോന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സാധാ പരത്തി ഇതേപോലെ ഈടെ വെച്ചിട്ട് പരത്തിയിട്ട് അങ്ങനെ അതിൽ അച്ചിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. എനിക്ക് ഭയങ്കര അബദ്ധമായിട്ട് തോന്നിയിട്ടുണ്ടായിന്. അങ്ങനെ അതും അവിടെ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. കാര്യമായിട്ടൊന്നുമില്ല, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, ഒരു റുമ്മാൻ്റെ പകുതി, മാതളത്തിൻ്റെ പകുതി, ഒരു ആപ്പിളിൻ്റെ പകുതി, കുറച്ച് ഗ്രേപ്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായതുകൊണ്ട് അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ സമയം ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറച്ചിയട ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്, ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. കാരണം വെച്ചാൽ അതിൻ്റെ അച്ചുണ്ടല്ലോ, അച്ച് അടിപൊളിയാണ്, പക്ഷെ പരത്തിയെടുക്കുന്ന സാധനം ഒട്ടും കൊള്ളൂല കേട്ടോ. അങ്ങനെ ഞാൻ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 6ാമത്തെ നോമ്പും അടിപൊളിയായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ട് കളിക്കുന്നിടത്തുനിന്ന് ഫേസിനെ ഞാൻ എടുത്തിട്ട് എൻ്റെ അരുവത്തെത്തിയതാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഓന് എന്തെല്ലോ ഉടായ്പ കളിക്കുന്നുണ്ട് അതിന് കേട്ടോ. എനിക്ക് ഒന്നും വേണ്ട, കാരണം വെച്ചാൽ എൻ്റെ കൈമേൽ എഴുത്തുണ്ടല്ലോ ജഗ്, അത് ഇതേപോലെ തുറന്ന് കൂട്ടി എനിക്ക് കളിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഓൻ അവിടെ വന്നിരുന്നത്, അല്ലാണ്ട് എനിക്ക് വേറെ സാധനങ്ങളൊന്നും വേണ്ട. നമ്മളെപ്പോഴും നോമ്പുറിക്കുന്ന സമയത്ത് ഓനെയും കൂടി ഇരുത്തും. പക്ഷേ എന്ന് വെച്ചാൽ ഓനൊന്നും കുടിക്കുകയും ചെയ്യില്ല, ഒന്നും കഴിക്കുകയും ചെയ്യില്ല കേട്ടോ. വെറുതെ അടിയിരുന്നിട്ട് ഓരോ സാധനത്തിന് വാശി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കലാന്ന്. അങ്ങനെ ഓനെന്തല്ലോ പറഞ്ഞ ഷോപ്പിങ്ങെല്ലാം ആക്കിയിട്ട് നോമ്പെല്ലാം മുറിച്ചിട്ട് എണീച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിസ്കാരവും ഇതെല്ലാം കഴിഞ്ഞ് ഓത്തെല്ലാം കഴിഞ്ഞിട്ട് എഷ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പിൽ ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ പത്തിലൂടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പത്തിൽ നെയ്ച്ചോറ് അങ്ങനെയല്ല ഉള്ളത്, ഞാൻ എഷ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയത്തെ ഉണ്ടാക്കി വെക്കും, അല്ലാണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എഷ ബാങ്കിന് മുമ്പ് പത്തിലെല്ലാം ചുട്ടെടുക്കുകയാണ് കേട്ടോ. എഷ കഴിഞ്ഞപാടും പിന്നെ നിസ്കാരം തറാവിയെല്ലാം ആയില്ലേ, അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ചുട്ടെടുക്കലാണ്.
ഇങ്ങനെ ഇതാ പത്തിലെല്ലാം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ പണിയൊന്നുമില്ല. ഇശ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇക്ക പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇക്ക വരാൻ വേണ്ടിയിട്ട് 9:30 9:45 ആ സമയം കൊണ്ട് ഞാനും വേഗം പെട്ടെന്ന് പോയിട്ട് തറാവിയെല്ലാം നിസ്കരിക്കുകയെല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പം ഇഷ്ടമെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിട്ടും ഒന്ന് കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. പിന്നെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ എന്തായിട്ടും പോയിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. നെക്സ്റ്റ് പുതുപുത്തൻ വീഡിയോസും വ്ളോഗ്സും റെസിപ്പി വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു, ഇൻഷാ അല്ലാഹ്.